ഇനി കലിംഗ സംവാദത്തിലെ വിവാദങ്ങളെ തുടർന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നിയന്ത്രണവുമായി BJP. പരിപാടിയുടെ നെഗറ്റീവ് പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട് ജില്ലാ ഘടകങ്ങളിൽ നിന്നും വിമർശനം ഉയർന്നതോടെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. പരാതി പറയാൻ എത്തുന്നവരോട് സഭ്യമായ ഭാഷയിലും അനുഭാവപൂർണമായും സംസാരിക്കണമെന്നും ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധ വേണമെന്നുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രധാന നിർദ്ദേശം. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വികസന വിഷയങ്ങൾ ചർച്ചയാക്കാനുമായി സംഘടിപ്പിച്ച കലുങ്ക് സംവാദം എന്ന ആശയത്തിന് BJP-യിൽ വലിയ സ്വീകാര്യതയാണുണ്ടായിരുന്നത്. എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ പരിപാടിയെ ചൊല്ലിയുണ്ടായ വിവാദങ്ങളും വിമർശനങ്ങളുമാണ് സുരേഷ് ഗോപിക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ BJP സംസ്ഥാന നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ലക്ഷ്യമിട്ടുള്ള സംവാദത്തിൽ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധ വേണം. പരാതി പറയാനെത്തുന്നവരോട് സഭ്യമായ ഭാഷയിലും അനുഭാവപൂർവ്വമായും സംസാരിക്കണം. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയും മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരെയും പരിപാടികളിൽ പങ്കെടുപ്പിക്കണം തുടങ്ങിയവയാണ് സുരേഷ് ഗോപിക്ക് പ്രധാന നിർദ്ദേശമായി പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്നത്. തുടർന്നുള്ള പരിപാടികളിൽ വിവാദങ്ങൾ ഒഴിവാക്കാൻ BJP പ്രാദേശിക നേതാക്കളെയും സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. ചേച്ചി അധികം വർത്താനം പറയല്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക, ഇഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. പാർട്ടി നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറായതോടെ 2 ദിവസങ്ങളിൽ നടന്ന പരിപാടികളിൽ നിന്നും വിവാദങ്ങളെ അകറ്റി നിർത്താൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ അവണിശ്ശേരിയിൽ നടന്ന പരിപാടിയിൽ മട്ടും ഭാവവും മാറിയ കേന്ദ്ര സഹമന്ത്രിയാണ് കാണാൻ കഴിഞ്ഞത്. കലുങ്ക് സംവാദമല്ല സംഗമമാണെന്നും ഇന്നത്തെ പരിപാടിയിൽ സുരേഷ് ഗോപി തിരുത്തി പറയുകയും ചെയ്തു. തൃശൂരിലെ 3 ജില്ലാ ഘടകങ്ങളും കലുങ്ക് സംവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. മുൻപ് പുറത്തുശ്ശേരിയിലും പുള്ളിലും നടന്ന കലുങ്ക് സംവാദങ്ങൾ വിവാദമാകുകയും വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതോടെയാണ് BJP സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടതും മന്ത്രിയോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറായതും. ന്യൂസ് മലയാളം, തൃശൂർ.